നമസ്കാരം. ട്രസ്റ്റ് ടോക്സിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 70 വയസ്സ് കഴിഞ്ഞ എല്ലാ മുതിർന്ന പൗരന്മാർക്കും വർഷം 5 ലക്ഷം രൂപയുടെ സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിക്ക് കേന്ദ്ര മന്ത്രിസഭയുടെ അംഗീകാരം ലഭിച്ചത് സെപ്റ്റംബർ 2024 ഈ സന്തോഷ വാർത്ത വന്നതിന് തൊട്ടു പിന്നാലെ തന്നെ കാർഡിനായിട്ടുള്ള അപേക്ഷയ്ക്കായി അക്ഷയ സെന്ററിലേക്ക് പരക്കം പായുന്ന ധാരാളം മുതിർന്ന പൗരന്മാരെ നമ്മൾ കണ്ടതുമാണ്. അപേക്ഷിച്ച ആളുകൾക്കെല്ലാം വയോവന്ദന കാർഡ് ലഭിച്ചു. പ്രഖ്യാപനത്തിന് അംഗീകാരം ലഭിച്ചിട്ടും ഈ പദ്ധതി കാർഡിൽ മാത്രം ഒതുങ്ങുകയാണോ? ഈ ഇൻഷുറൻസ് പദ്ധതി എന്ന് മുതൽ പ്രാബല്യത്തിൽ വരും? കേരളത്തിൽ ഈ പദ്ധതിയുടെ അവസ്ഥ എന്ത്? തുടങ്ങിയ ധാരാളം ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് നമ്മൾ ഇന്ന് വീഡിയോയിലൂടെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. സോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് എ ക്വിക്ക് ഇൻട്രൊഡക്ഷൻ അബൌട്ട് മൈസെൽഫ്. എൻ്റെ പേര് സനോജ് ലാൽ. കഴിഞ്ഞ 18 വർഷമായി ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് ഇൻഷുറൻസ് ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്നു. ഇൻഷുറൻസിനെ പറ്റിയിട്ടുള്ള എല്ലാ ഇൻഫോർമേഷനുകളും വളരെ ആധികാരികമായി പഠിച്ചും റിസർച്ചും ചെയ്തതിന് ശേഷം മാത്രമാണ് ഞങ്ങൾ നിങ്ങളുടെ മുന്നിലെത്തിക്കുന്നത്. ട്രസ്റ്റ് ടോക്ക് എന്ന ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ദ ചാനൽ ടു ഗെറ്റ് ദ റൈറ്റ് ഇൻഫോർമേഷൻസ് അറ്റ് റൈറ്റ് ടൈം. ബി ഹെൽത്തി ആൻഡ് വെൽത്തി. എ ക്വിക്ക് ഇൻട്രൊഡക്ഷൻ അബൌട്ട് PMJAY സീനിയർ സിറ്റിസൺ സ്കീം. ഈ പദ്ധതിയെ പറ്റി നമുക്കൊന്ന് മനസ്സിലാക്കാം. സാമൂഹിക സാമ്പത്തിക നിലയിൽ പിന്നോക്കം നിൽക്കുന്ന പൗരന്മാരെ മാത്രം നിലനിർത്തി 2018 ആരംഭിച്ച പൊതുജന ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണ് PMJAY അഥവാ പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന. ഈ പദ്ധതിയുടെ രണ്ടാം ഘട്ടം എന്ന നിലക്ക് 70 വയസ്സ് കഴിഞ്ഞ് രാജ്യത്തെ എല്ലാ മുതിർന്ന പൗരന്മാർക്കും വർഷം 5 ലക്ഷം രൂപയുടെ സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി അവരുടെ സാമ്പത്തിക നില പരിഗണിക്കാതെ തന്നെ എല്ലാവർക്കും നൽകുന്നതാണ് ഈ പുതിയ പദ്ധതി. ഈ പുതിയ പ്രഖ്യാപനം അനുസരിച്ച് കേരളത്തിലെ 26 ലക്ഷം മുതിർന്ന പൗരന്മാർക്ക് ഈ പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കും. ഇതിന്റെ ചികിത്സാ ചെലവിൽ 60% കേന്ദ്രവും 40% സംസ്ഥാന സർക്കാരും വഹിക്കണമെന്നാണ് ചട്ടം. ഇനി അടുത്തതായി ഈ പദ്ധതിയിൽ കേരളം എവിടെ എത്തി നിൽക്കുന്നു നമുക്ക് നോക്കാം. കേന്ദ്ര പ്രഖ്യാപനം വന്നെങ്കിലും കേരളത്തിൽ ഈ പദ്ധതി ഇതുവരെ പ്രാവർത്തികമായിട്ടില്ല. ചികിത്സാ ചെലവിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ വിഹിതം സംബന്ധിച്ച് ധാരണയാകാത്തതാണ് ഈ പദ്ധതി വൈകുന്നതിനുള്ള ഒന്നാമത്തെ കാരണം. രണ്ടാമത്തെ കാരണമായി കാണേണ്ടത് കേരള സർക്കാരിന്റെ ഇപ്പോഴുള്ള സാമ്പത്തിക അവസ്ഥയാണ്. PMJAY പദ്ധതിയെ കേരള കാരുണ്യ സുരക്ഷാ പദ്ധതിയിൽ ക്യാപ്സിൽ ലയിപ്പിച്ചാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. നിലവിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങൾക്കാണ് 5 ലക്ഷം രൂപയുടെ സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് ഈ പദ്ധതിയിൽ നൽകി വരുന്നത്. എന്നാൽ ഇവർക്ക് തന്നെ ചെലവാകുന്ന തുക കൊടുത്തു തീർക്കാൻ കേരള സർക്കാരിന് ഇപ്പോൾ സാധിക്കുന്നില്ല എന്നാണ് പുതിയ വിവരം. അപ്പോഴാണ് കേന്ദ്ര സർക്കാരിന്റെ പുതിയ പദ്ധതിയുടെ പ്രഖ്യാപനവും കാർഡ് വിതരണവും. കേരളത്തിലെ 26 ലക്ഷം മുതിർന്ന പൗരന്മാർക്ക് ഈ പദ്ധതി വലിയൊരു ആശ്വാസകരമാവുമെന്നതിൽ ഒരു തർക്കവുമില്ല. എന്നാൽ ഈ പദ്ധതി ഇനി നടപ്പിലായി കാണാൻ നമ്മൾ കുറച്ചുനാൾ കൂടി കാത്തിരിക്കേണ്ടി വരും. ഇനിയും നിങ്ങൾ ഈ പദ്ധതിയിൽ അപേക്ഷ നൽകിയിട്ടില്ലെങ്കിൽ ദേശീയ ആരോഗ്യ അതോറിറ്റിയുടെ ഔദ്യോഗിക വെബ്സൈറ്റിലോ ആയുഷ്മാൻ ഭാരതിന്റെ മൊബൈൽ ആപ്ലിക്കേഷനിലോ നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. നിങ്ങളുടെ തൊട്ടടുത്തുള്ള അക്ഷയ സെന്ററിലും ഇതിനുള്ള സേവനം ലഭ്യമാണ്. ഈ പദ്ധതിയുടെ അടുത്തൊരു അപ്ഡേറ്റ്സിനായി നമുക്ക് കാത്തിരിക്കാം. ട്രസ്റ്റ് ടോക്ക് എന്ന ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ദ ചാനൽ ടു ഗെറ്റ് ദ റൈറ്റ് ഇൻഫോർമേഷൻസ് അറ്റ് റൈറ്റ് ടൈം. ഇനി അടുത്തൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് വരുന്നവരെ ഐ ആം സൈനിങ് ഓഫ്. സനോജ് ലാൽ.